മഹാഭാരതം എഴുതിയത് ഗണപതിയാണ്, രചിച്ചത് വ്യാസനാണ്. മഹത്വപൂർണവും ഭാരത്വപൂർണവുമാണ് മഹാഭാരതം. ഇത് പെട്ടെന്ന് മറന്നുപോകും. നടന്ന സംഭവങ്ങൾ പറയാൻ ഒരു മനുഷ്യൻ്റെ ബുദ്ധിയിൽ കൊള്ളുന്നതല്ല. അപ്പോൾ ഭാവി വരുന്ന മനുഷ്യർക്ക് ഇത് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി എനിക്കിതൊന്ന് എഴുതി വെക്കണം, ഇത് സാധിക്കുന്നില്ലല്ലോ എന്ന് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഒരു തപസ് ചെയ്തു ഹിമാലയത്തിലൊരു ഗുഹയിൽ. ഈ സമയത്ത് അവിടെ ബാബു പ്രത്യക്ഷപ്പെടുകയും ഇത് എഴുതുവാൻ ഏറ്റവും നല്ലത് ഗണപതിയാണ് എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ഗണപതിയെ സ്മരിച്ച് ഗണപതി വന്നു. അപ്പോൾ പ്രത്യേക മഹാഭാരതത്തിലെ ശ്ലോകം പറയുന്നുണ്ട്, ലേഖകോ ഭാരതസ്യാസ്യ ഭവത്വം ഗണനായക. അല്ലയോ ഗണനായക, ഇതിൻ്റെ ലേഖകനായിട്ട് അങ്ങൊന്ന് പ്രവർത്തിക്കാമോ? അപ്പോൾ ഗണപതി പറഞ്ഞു, ഞാൻ എഴുതാം. അപ്പോൾ ഈ ഒരു എഴുത്തുകാരനായിട്ട് ഇരിക്കാൻ ഗണപതിക്ക് ഒരു വൈക്ലഭ്യം ഉണ്ടായി. തുടർച്ചയായിട്ട് ഞാൻ എഴുതിക്കൊണ്ടിരിക്കും, ഇടയ്ക്ക് വിഘ്നം വരാൻ പാടില്ല എന്ന് ഗണപതി പറഞ്ഞു എന്നാണ്. അപ്പോൾ വ്യാസമഹർഷി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതുന്നതിൻ്റെ അർത്ഥം മുഴുവൻ മനസ്സിലാക്കിയതിന് ശേഷം എഴുതാൻ പാടുള്ളൂ. ഗൂഢാർത്ഥങ്ങൾ പലതുണ്ട് ഇതിൽ. അത് ഗണപതിക്ക് മനസ്സിലാക്കാൻ പറ്റുമോ എന്ന സംശയത്തിലാണ് വ്യാസമഹർഷി ചോദിക്കുന്നത്. അങ്ങനെ രണ്ടുപേരും വ്യവസ്ഥയും പ്രതിവ്യവസ്ഥയും അംഗീകരിച്ചുകൊണ്ട് ഇത് എഴുതി 3 വർഷക്കാലം കൊണ്ടാണ് തീർത്തത്. ഇത് എഴുതുവാൻ പറ്റിയ ഒരു ദേവതാസങ്കല്പം ഗണപതി മാത്രമേ ഉള്ളൂ. അതാണ് അതിൻ്റെ മഹത്വം.